ഗരുഡവ്യൂഹത്തിൽ 4 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ 4 മിനിറ്റിനുള്ളിൽ വിഷയത്തിനെ ആസ്പദമാക്കി അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിരിക്കും നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ വിഷയം എത്ര നന്നായി നിങ്ങൾ അവതരിപ്പിക്കുന്നു, നിങ്ങളുടെ ശൈലി, നിങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ വസ്തുത, ഇതെല്ലാമാണ് നിങ്ങളുടെ മാർക്കിന് കാരണമാവുക. എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ വിഷയം, ഭഗവത്ഗീത വെറും ഒരു ഭക്തി സ്തോത്രം മാത്രമാണ് എന്ന് ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ്, അതാണ് നിങ്ങളുടെ വിഷയം. ഭഗവത്ഗീത വെറും ഒരു ഭക്തി സ്തോത്രം മാത്രമാണ് എന്നാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല എന്നും പറയുന്നു. അപ്പോൾ ഈ സംവാദം ആരംഭിക്കാം. നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം തന്നെയാണ്. കാരണം അത് പരമാത്മാവിലേക്കുള്ള ഭക്തി സ്തോത്രമാണ് അതിൽ പറയുന്നത്. എങ്ങനെ ഒരു ഭക്തന് പരമാത്മാവിലേക്ക് എത്താമെന്നുള്ള ഭക്തിയെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ തികച്ചും അതൊരു ഭക്തി സ്തോത്രം തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയും പറയുന്നില്ല എന്നെ പൂജിക്കൂ, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, എന്നെ പൂജിക്കൂ എന്ന് പറയുന്നില്ല. അത് ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നമ്മൾ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. തേർത്തട്ടിൽ തളർന്നിരുന്ന പാർത്ഥനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു ഭക്തി സ്തോത്രമല്ല. ഭഗവത്ഗീതയിൽ എവിടെയും പൂജിക്കണമെന്നല്ല പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് എവിടെയും പൂജയല്ല, അത് സ്മരണയാണ്. നിരന്തരം ദൈവത്തെ സ്മരിക്കുന്നത്, ഭഗവാനെ പ്രേമമാണത് ശരിക്കും പറയുന്നത്. നാദസൂത്രത്തിലും രാമായണത്തിലും പറയുന്നുണ്ട് ശ്രീരാമൻ ശബരിയോട് ഭക്തി എന്താണെന്ന്. ഭക്തി കൊണ്ട് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. 18-ാം അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഭക്തി അതിൽ പ്രകീർത്തിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് മാത്രമല്ലല്ലോ, മറ്റു പലതും അതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ടുന്ന എന്നും ചെയ്യേണ്ട ദൈനംദിന ഗുണങ്ങളും നിത്യം ആചരിക്കേണ്ട കാര്യങ്ങളും അതിൽ പറയുന്നു. സയൻസിന് ഇതുവരെ തെളിയിക്കാൻ പറ്റാത്തതായും പറ്റിയതുമായും പല കാര്യങ്ങളിൽ പറയുന്നു. നമ്മൾ ഭഗവത്ഗീത നോക്കിയാൽ തന്നെ ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളതും ഇല്ലാത്തതും ഇനി തെളിയിക്കാൻ പോകുന്നതും ഇപ്പോൾ തന്നെ നാസയുടെ കയ്യിലുള്ള പ്രോജക്റ്റുകൾ പലതും അതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഭഗവത്ഗീതയിലെ 18 അധ്യായത്തിലും 18 യോഗങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കർമ്മയോഗമാവട്ടെ ജ്ഞാനയോഗമാവട്ടെ. പക്ഷേ ഒരു ഭക്തൻ എങ്ങനെ ഒരു ദൈവത്തിന് പ്രിയപ്പെട്ടവനാകുന്നു എന്നും അതിൽ പറയുന്നുണ്ട് വിശദീകരിച്ച്. ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം മാത്രമല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. സുഹൃത്തെ, ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം തന്നെയാണ്. കാരണം അത് പരമാത്മാവിലേക്കുള്ള സ്തുതികളല്ല. ഭക്തി സ്തോത്രം മാത്രമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അവർ അതല്ല എന്ന് പറയുന്നു. നിങ്ങൾ പറയേണ്ടത് ഭക്തി സ്തോത്രം മാത്രമാണ് എന്നാണ് നിങ്ങൾ സമ്മതിക്കേണ്ടത്. ഭക്തി സ്തോത്രം തന്നെയാണത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വ ഉപനിഷത്തുകളുടെ ഉദാന്തവും സൂക്ഷ്മവുമായ ആധ്യാത്മിക തത്വങ്ങളെ സർവർക്കും അനുഷ്ഠിക്കാനാകും വിധം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഭക്തി സ്തോത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ സമൂഹത്തിൽ ആരാണത് ചെയ്യുന്നത്? ഈ പറയുന്ന കർമ്മമാകട്ടെ ജ്ഞാനമാകട്ടെ എല്ലാവരും അത് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഭക്തിക്കല്ലേ പ്രാധാന്യം? അതുകൊണ്ടാണ് ഇപ്പോൾ സൈന്യയുടെ ഒഴിച്ച് പലവരെയും കൊല്ലുന്നതും മുഖത്ത് നമ്മൾ പറയുന്നത് പോലെ പല ആസുരകൾ ഒഴിച്ച് അവരെ നികൃഷ്ടം രൂപമായി മാറ്റുന്നതും എല്ലാം അത് പാലിക്കാത്തത് കൊണ്ടാണ്. അത് പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അതാണ് സുഹൃത്തെ പറയുന്നത്. ഇന്നത്തെ ഒരാൾക്കും അങ്ങനെ വേണ്ട, പക്ഷേ ഭക്തിയെങ്കിലും ഇന്നത്തെ ആളുകളിലുണ്ട് ഒരു അംശം. ഇന്ന് എത്ര ആളുകൾ നിങ്ങൾ പറയുന്ന ഭഗവത്ഗീത ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ട്? വിരളമാണ് ഭഗവത്ഗീത തത്വം ഉൾക്കൊണ്ട്, നിങ്ങൾ പറയുന്ന പോലെ തത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. ഭക്തിയെങ്കിലും അതിലുണ്ടല്ലോ, അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെങ്കിലും ഉണ്ട് ഈ ലോകത്ത്. ഭഗവത്ഗീത ആഴത്തിൽ മനസ്സിലാക്കി ആർക്കും പറയാൻ സാധിക്കും അതൊരു ഭക്തി സ്തോത്രം മാത്രമല്ലെന്ന്. ഇടപെടുന്നു. പറഞ്ഞ വിഷയം ഭക്തി സ്തോത്രം മാത്രമല്ല. അതിൻ്റെ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഭക്തി സ്തോത്രം മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, തുടരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ? നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ ജ്ഞാനം, കർമ്മം, ഭക്തി, ഈ 3 മാർഗത്തിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താം. ജ്ഞാനം അറിവിലൂടെ, കർമ്മഫലം ഇച്ഛിക്കാതെ, ഭക്തിയോ ഈശ്വരനെ നിരന്തരമായി ഉപാസിച്ചുകൊണ്ട്. അവിടെ പൂജ മറ്റു കാര്യങ്ങളല്ല, ഭഗവാനെ സ്മരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് താങ്കളോട്. ശ്രീരാമൻ ശബരിയോടും പറയുന്നുണ്ട്, നാരദ സൂത്രത്തിൽ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോപികമാരുടെ ഭക്തിയെ. അപ്പോൾ തികച്ചും ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം തന്നെയാണ്. ഭഗവാന് നമ്മളെല്ലാവരും തുല്യരാണ്. അമ്പലത്തിൽ പോയി ഈ വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്നേഹമോ ഇഷ്ടമോ കൂടില്ല. ഭക്തി എവിടെയാണ് ഒരു അമ്പലത്തിൽ പോയി പൂജ ചെയ്യാൻ വേണ്ടി പറയുന്നത്? ഭക്തി എവിടെയാണ് ഒരു പൂജ അമ്പലത്തിൽ പോയി ചെയ്യാം? ഭക്തി എന്ന് പറഞ്ഞാൽ സ്മരണയാണ്, പ്രേമമാണ് ഭഗവാനോട്. അവിടെ ഒരു പൂജ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഭക്തി ഒരു ഭക്തന് മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ പറ്റൂ. ഭഗവാൻ ഗീതയിൽ പറയുന്നു, സ്വധർമ്മം ചെയ്യൂ, ഒരു സ്ഥിതപ്രജ്ഞനായിരിക്കൂ, ഒരേ കാര്യത്തിൽ ചിന്ത അർപ്പിക്കൂ. ഇതൊക്കെയാണ് ഭഗവാൻ പറയുന്നത്, അല്ല ഭക്തിയെക്കുറിച്ച് മാത്രം. ഭക്തിയെക്കുറിച്ച് ഭക്തി യോഗം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? അദ്വേഷ്ടാം സർവഭൂതാനാം മൈത്ര കരുണേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. അതിൽ പറയുന്നത് എന്താണ്? 18 അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അധ്യായത്തിലല്ലേ പറയുന്നത്? ബാക്കി ഒരു അധ്യായമായാലും